മഴതോരോ മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ വളരെയധികം ദേഷ്യത്തിൽ ഒരു തോക്ക് നേരെങ്ങനെ വൈജയന്തിന്റെ നേർക്കങ്ങ് ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, അലീനയെ നോക്കിയിട്ട് ചോദിക്കുന്നത്, ഈ നിൽക്കുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? അന്നേരം വൈജയന്തി ആകെ പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ അവൾ ഇവിടുത്തെ സെർവൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ ഇവിടുത്തെ സെർവൻ്റ് ഒന്നും നിനക്ക് ആഗ്ര കാലഘട്ടം ഓർമ്മ, അവിടെ നീ എല്ലാം കൊടുത്ത് സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു സ്റ്റാൻലി. അത് കേൾക്കുന്ന സമയത്തിന് വൈജയന്തി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുമായിരിക്കും. ആ സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഞാൻ എല്ലാം കൊടുത്ത് സ്നേഹിച്ചു എന്ന് പറയുന്നതിലൊരർത്ഥമുണ്ട്. നീ എല്ലാം കൊടുത്ത് സ്നേഹിച്ചതിൻ്റെ കൂട്ടത്തിൽ നിനക്ക് നെയ്യാറ്റിൻകര വെച്ചിട്ട് പ്രസവിച്ചപ്പോൾ ഒരു പെൺകുഞ്ഞിനെ കിട്ടിയിരുന്നു. അങ്ങനെ നീ പ്രസവിച്ച ആ പെൺകുഞ്ഞാണ് ഈ നിൽക്കുന്ന അലീന എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ അങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അലീനയും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. സങ്കടവും ദേഷ്യവും സന്തോഷവും എന്താണെന്നറിയാത്തൊരു വികാരമായിരിക്കും വൈജയന്തി. തൻ്റെ അമ്മ തന്നെ മനസ്സിലാക്കിയല്ലോ എന്ന ഭാവത്തിൽ അലീനയും വൈജയന്തിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഒട്ടും തന്നെ വിശ്വസിക്കാതെ വൈജയന്തി ഇങ്ങനെ അലീനയെ തന്നെ നോക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ആ ഒരു തോക്ക് ഇങ്ങനെ തിരികെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. ഇത്ര കാലം ഇവൾ നിന്റെ കൺമുന്നിലുണ്ടായപ്പോഴുണ്ടായിരുന്ന കാഴ്ചയൊന്നും നീ കാണണ്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി നീ ഏതായാലും ഇത് ഇത്ര നേരം ഇവിടെ നടന്നത് കുറ്റം ചെയ്തതിനുള്ള വിചാരമാണ്. ഇനി ഞാൻ നടത്താൻ പോകുന്നത് ഇതിനുള്ള ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ ആ തോക്കങ്ങ് ചൂണ്ടിപ്പിടിക്കും. എന്നിട്ട് ആ തോക്ക് നേരെ അലീനയുടെ നേർക്ക് ചൂണ്ടിട്ട് ചോദിക്കുന്നത്, നിനക്കറിയാമായിരുന്നല്ലോ ഇത് നിന്റെ അമ്മയാണെന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അറിയാമായിരുന്നു എന്നിങ്ങനെ അലീന പറയുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നീ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവരെ അഭിനയിച്ചു, അതിനും നിനക്ക് ശിക്ഷയുണ്ട്. അലീന അങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ആ തോക്ക് നേരെ വൈജയന്തിയുടെ നേർക്ക് അങ്ങ് പിടിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ മരിക്കുന്നതിന് മുൻപേ തന്നെ ഈ നിൽക്കുന്നത് ആരാണെന്നുള്ള സത്യം നീ അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഞാൻ നിനക്ക് ശിക്ഷ നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ തോക്ക് ചൂണ്ടിയിട്ട് അങ്ങ് വെടിവെക്കേണ്ട ബാലചന്ദ്രൻ അപ്പോഴേക്കും അമ്മേ എന്നൊക്കെ വിളിച്ച് ആർത്ത് നിലവിളിച്ച് അലീന അങ്ങ് ഞെട്ടി ഉണരും. ഇത്രയും നേരം ബാലചന്ദ്രൻ അവിടെ ഇരുന്ന് സ്വപ്നം കണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് ആകെ മനസ്വസ്ഥമായിരിക്കട്ടെ ബാലചന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ ബാഗിൽ നിന്ന് മദ്യക്കുപ്പി എടുക്കാണ്. വീണ്ടും മദ്യപിക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് നേരെ ഹാളിലേക്ക് പോകും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാലചന്ദ്രന് അതൊട്ടും തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ലട്ടോ. വെള്ളം കൂടിയിട്ട് ഇങ്ങനെ മദ്യം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബാലചന്ദ്രനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അലീന പ്രതീക്ഷിച്ചിരുന്നില്ല. ബാലചന്ദ്രൻ്റെ ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് അലീനക്ക് നല്ലതായിട്ട് പേടിയാവുന്നുണ്ട്. അലീന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി ബാലചന്ദ്രൻ സാറ് വന്നു എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശിക്ക് സന്തോഷമായിരിക്കും. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആഹാ അവൻ വന്നോ? അലീന പറഞ്ഞിട്ട്, പക്ഷേ പോയതുപോലെ എന്നാലും തിരികെ വന്നിരിക്കുന്നത്, പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ സാർ അവിടെ ഹാളിൽ ഇരുന്നിട്ട് മദ്യപിക്കുകയാണ് എന്ന് പറയാട്ടോ അലീന. അപ്പം മുത്തശ്ശിക്ക് വല്ലാതാവുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ മദ്യപിക്കുകയാണോ? അവൻ ഇങ്ങനെയുള്ള ശീലമൊന്നും ഇല്ലാത്തതാണല്ലോ. അന്നേരം സാറിന് എന്തോ കുഴപ്പമുണ്ട് മുത്തശ്ശി എന്ന് പറയും. മുത്തശ്ശി പറഞ്ഞിട്ട്, നീ ഒരു കാര്യം ചെയ്യേ, ബാലചന്ദ്രനോട് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയാന്ന് പറയുന്ന സമയത്തിന് അലീന എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. അവൻ അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല, അവനെ കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നീ ചെന്നിട്ട് അവനെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന സമയത്തിന് അലീന പേടിച്ച് നിൽക്കട്ടോ. അലീനക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോവാൻ മടിയായിരിക്കും. മുത്തശ്ശി വീണ്ടും നിർബന്ധിക്കുന്ന സമയത്തിന് മനമില്ല മനസ്സോട് കൂടത്തിന് അലീന അവിടെ നിന്ന് പോരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനെ വിളിക്കാൻ വേണ്ടിയിട്ട് പുറകിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്തൊക്കെ ബാലചന്ദ്രൻ മേശം ഇരുന്നിട്ട് അവിടെ നിന്നിങ്ങനെ മദ്യപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അലീന പയ്യെ വന്നിട്ട് സാർ എന്ന് വിളിക്കുന്ന സമയത്ത്, ആര് സാറോ? ഞാനാണോ? എന്നെയാണ് സാറേ എന്ന് വിളിച്ചതെന്ന് ചോദിക്കും. അതെ, മുത്തശ്ശി ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്ന് അലീന പറയുന്ന സമയത്ത് തന്നെ, ഓ മുത്തശ്ശി, എനിക്ക് മനസ്സിലായി, ഞാൻ ഏതായാലും അങ്ങോട്ടേക്ക് വരുന്നില്ല, എനിക്ക് ഇത്തിരി തിരക്കാണെന്നങ്ങ് പറഞ്ഞേക്കെന്ന് പറയും. അതെ, ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലാമോ എന്ന് മുത്തശ്ശി ചോദിച്ചു എന്ന് പറയുന്ന സമയത്തിന് എങ്കിലായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലെ മദ്യം മുഴുവൻ കുടിച്ചതിന് ശേഷം അതവിടെ വെച്ചിട്ട് പയ്യെ ഇങ്ങനെ നടക്കാൻ ശ്രമിക്കട്ടോ. അങ്ങോട്ടേക്ക് പോവാൻ ശ്രമിക്കാണ്. കുടിച്ചങ്ങ് കൂസായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കാലൊന്ന് നിരത്ത് ഉറക്കുന്ന പോലും. അങ്ങനെ ആകെ കുടിച്ച് കൂസായിട്ട് ഒട്ടും തന്നെ ബോധമില്ലാത്ത ആ ഒരു രീതിയിലായിരിക്കട്ടോ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നത്. ബാലചന്ദ്രൻ വരുന്ന സമയത്തിന് മുത്തശ്ശിക്ക് വല്ലാതായി തോന്നാട്ടോ. കാരണം 2 ദിവസം കൊണ്ട് ആളാകെ അങ്ങ് ക്ഷീണിച്ച് മാറിയിട്ടുണ്ടാവും. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി ബാലചന്ദ്ര നിനക്ക്? ഇതെന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഇനിയൊന്നും പറ്റാനില്ല, പറ്റാതൊക്കെ പറ്റിക്കഴിഞ്ഞ് ഇനിയൊന്നും പറ്റാൻ ബാക്കിയില്ല എന്ന് പരസ്പര വിരുദ്ധമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഒട്ടും ബോധമില്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് മുത്തശ്ശിക്ക് ശരിക്കും ഒരു അത്ഭുതമായിരിക്കും. കാരണം ഇന്നേ വരെ ബാലചന്ദ്രനെ ഇങ്ങനെയൊന്നും മുത്തശ്ശി കണ്ടിട്ടില്ല. ബാലചന്ദ്രൻ അവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശി അലീനയോട് പറഞ്ഞിട്ട്, അവൻ എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്, ഞാൻ ഇന്നേ വരെ അവൻ ഇങ്ങനെ ഒരു രീതിയിലൊന്നും കണ്ടിട്ടില്ല, എന്തോ പ്രശ്നമുണ്ട് മോളെ എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. ഏതായാലും ബാലചന്ദ്രൻ നേരെ ഹാളിലേക്ക് ചെന്നിട്ട് ആ ഒരു മദ്യക്കുപ്പി എടുത്തുകൊണ്ടായിരിക്കും വീണ്ടും മുറിയിലേക്ക് പോകുന്നത്. അലീനക്ക് അത് കണ്ടിട്ട് ആകെ ടെൻഷനായിക്കൊണ്ട് തന്നെ അലീന പറയുന്നില്ല, സാർ ഇനി മുറിയിൽ പോയിട്ട് മദ്യപിക്കാൻ പോകാമെന്നാണ് തോന്നുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക മുത്തശ്ശി എന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട്, ഇനിയും അവൻ അവിടെ പോയിരുന്നിട്ട് ഇനിയും മദ്യപിച്ചാൽ അത് ശരിയാവില്ലല്ലോ മോളെ. അപ്പോൾ ഞാൻ മേഡത്തെ ഒന്ന് വിളിക്കട്ടെ മുത്തശ്ശി എന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട്, അവരെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തൊന്നും.
നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് തന്നെ മനുവിനെ വിളിക്ക്. മനു വിളിച്ചു പറഞ്ഞാൽ എന്തായാലും അവൻ കേൾക്കുമെന്ന് പറയുന്ന സമയത്തിന് അലീന പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മനുവിനെ വിളിക്കുകയാണ്. ബാലചന്ദ്രൻ ഏതായാലും മുറിയിൽ പോയിട്ട് വീണ്ടും വീണ്ടും മദ്യപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആകെ തളർന്ന് അവശനായി പോയിട്ടുണ്ടാവും. എന്നാലും കൂടി നിർത്തുന്നേയില്ല. വീണ്ടും വീണ്ടും മദ്യപിച്ച് ആകെ അവശനായിട്ടുണ്ടാവും. അലീന ഏതായാലും മനുവിനെ വിളിച്ചതിന് ശേഷം മനുവേട്ടം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാട്ടോ. ആകെ ടെൻഷനോട് കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ ആകെ കൂസായിക്കൊണ്ട് അവിടെ ഇരിക്കല്ലേ, മുറിയിലേക്കൊന്ന് പോയി നോക്കണമെന്നൊക്കെയുണ്ട്. എന്നാൽ ബാലചന്ദ്രൻ്റെ ഈ അവസ്ഥയിൽ അലീന അങ്ങോട്ടേക്ക് പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അലീന ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് മുറിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അലീന വേഗം ഓടിയിട്ട് ആ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് ആകെ തളർന്ന അവശയായിട്ട് താഴെ കിടക്കുന്ന ബാലചന്ദ്രനെ ആയിരിക്കും. അലീന വന്ന് നോക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ്റെ ബോധം പോലും പോയിട്ടുണ്ടാവും. കുറേ അധികം സാറേ സാറേ എന്നൊക്കെ വിളിക്കുന്ന സമയത്തിന് ഒട്ടും തന്നെ അനക്കമില്ല. അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിങ്ങനെ മുഖത്തും ശരീരത്തിലൊക്കെ ഇങ്ങനെ തളിച്ചു നോക്കും. അങ്ങനെ എന്ത് ചെയ്തിട്ടും ബോധം വരാത്തത് കൊണ്ട് തന്നെ പൾസ് നോക്കുന്ന സമയത്തിന് പൾസൊക്കെ ലോ ആയിരിക്കും. CPR ഒക്കെ കൊടുത്തതിന് ശേഷം അങ്ങനെ നോക്കുന്നുണ്ട്. അലീനക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. അലീന പെട്ടെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിപ്പോയി പറയുന്നുണ്ട്, മുത്തശ്ശി ബാലചന്ദ്രൻ സാർ വീണു എന്ന് പറയും. അപ്പോൾ എങ്ങനെ വീണതാ മോളെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ സാറിന് മൈനർ അറ്റാക്ക് ആണോ എന്ന് സംശയമുണ്ടെന്നിങ്ങനെ അലീന പറയുന്ന സമയത്തിന് മുത്തശ്ശിക്കും ആകെ ടെൻഷനാവും. അലീന പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാണ്. എന്നിട്ട് ആംബുലൻസിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. കൂടെ തന്നെ ഡോക്ടറും നഴ്സും വരണം. ഇപ്പോൾ തൽക്കാലം അത്യാവശ്യം ഞാൻ CPR ഒക്കെ കൊടുത്തിട്ടുണ്ട്. പേഷ്യൻ്റ് ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കട്ടെ അലീന വിളിച്ച് പറയുന്നത്. അതിനുശേഷം മുത്തശ്ശി പറയുന്നൊരു ശർമ്മ ഡോക്ടറെ വിളിക്കാൻ. അപ്പോൾ അലീന വേഗം ശർമ്മ ഡോക്ടറെ വിളിച്ചിട്ട് വിവരം പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സാറിന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഡോക്ടറെ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരണമെന്നൊക്കെ പറഞ്ഞ് അലീന ആ ഒരു ഡോക്ടറെയും അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മനുവിനെ വിളിക്കുന്നുണ്ട്. മനു ആണെങ്കിൽ കുറേ കഴിഞ്ഞിട്ടായിട്ട് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുക്കും മനുവേട്ടാ എന്നിങ്ങനെ ടെൻഷനോടെ തന്നെത്താനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഫോൺ എടുത്ത ഉടനെ തന്നെ അലീന കാര്യം പറയും. വീണു എന്ന് പറയുന്ന സമയത്തിന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞിട്ട് മനുവേട്ടൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം, ഞാൻ ആംബുലൻസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുവേട്ടൻ പെട്ടെന്ന് തന്നെ വരണം കേട്ടോ എന്ന് പറയുന്ന സമയത്തിന് ഞാൻ വരുന്നത് വരെ നീ അങ്കിളിൻ്റെ അടുത്ത് തന്നെ കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മനു ഫോൺ കട്ട് ചെയ്യുന്നത്. മനു ഏതായാലും അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ആയിരിക്കട്ടെ അലീന പിന്നീട് വൈജയന്തിയെ വിളിക്കുന്നത്. വൈജയന്തിയെ വിളിച്ചിട്ട് കാര്യം പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ സാർ വീണു എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി ആണെങ്കിൽ ഒരു 100 ചോദ്യമായിരിക്കും. ബാലചന്ദ്രൻ എപ്പോഴാണ് വന്നത്, എങ്ങനെയാണ് വീണത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തിന് അലീന അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. മാഡം ഇങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടായിരിക്കട്ടെ അലീന ഫോൺ കട്ട് ചെയ്ത്. അപ്പോഴേക്കും ശർമ്മ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് അലീന ഓടി ചെന്നിട്ട് ഡോക്ടറോട് കാര്യം പറയും. ബാലചന്ദ്രൻ സാർ ഒട്ടും വയ്യാതെ കുഴഞ്ഞു വീണു, അവിടെ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തിന് നീ CPR കൊടുത്തോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇപ്പോൾ ഞാൻ തൽക്കാലം CPR ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ കിടത്തിയിട്ടുണ്ട് എന്നൊക്കെ അപ്പോഴേക്കും അലീനെ വിളിച്ചിട്ട് ആംബുലൻസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആംബുലൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡോക്ടർ നഴ്സൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും വന്നിട്ട് ബാലചന്ദ്രനെ എടുത്തിട്ട് നേരെ ആ ഒരു ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ സമയത്തിന് ബാലചന്ദ്രന് എന്ത് സംഭവിച്ചു, എന്തായിരിക്കും ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശി ആകെ ടെൻഷനോടെ നിൽക്കുന്നത്. അങ്ങനെ അലീന കൃത്യസമയത്തിന് ഇടപെട്ടതുകൊണ്ട് മാത്രമായിരിക്കട്ടെ ബാലചന്ദ്രന്റെ ജീവൻ പോലും രക്ഷിക്കാൻ. പിന്നീട് അങ്ങനെ നാളത്തെ പ്രൊമോ ആണ് കാണിക്കുന്നത്. വൈജയന്തി ഏതായാലും ഓടിപ്പിടിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. മനുവും അവിടെ എത്തിയിട്ടുണ്ടാവും. അവിടെ ബൈസ്റ്റാൻഡറായിട്ട് അലീന നിൽക്കുന്നത് കാണുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വന്നുകൊണ്ടതിന് മനുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് മനുവിന് അങ്ങ് ദേഷ്യം വരണേ. മനു ചോദിക്കുന്നുണ്ട്, അവൾ ഇവിടെയല്ലേ നിൽക്കുന്നത്, ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്, അല്ലാതെ ആൻറ്റിയുടെ തലയിൽ അങ്ങ് കയറി നിൽക്കല്ലോ എന്നൊക്കെ ചോദിക്കും. വീണ്ടും അലീന ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് തന്നെ മനു ഏതായാലും അലീനയുടെ കയ്യും പിടിച്ച് വലിച്ച് അവിടെ നിന്നങ്ങ് കൊണ്ടുപോകുന്നതാട്ടോ കാണിക്കുന്നത്. പിന്നീട് അങ്ങനെ വൈകുന്നേരമാവുന്ന സമയത്ത് തന്നെ കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യം അറിയും. കൃഷ്ണമോള് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൃഷ്ണമോള് പറഞ്ഞിട്ട് അമ്മക്ക് അച്ഛനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്തിന് ബാലചന്ദ്രന് ഭയങ്കര അങ്ങ് ദേഷ്യം. തൻ്റെ ദേഹത്ത് പതിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സാമഗ്രികളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോകാൻ നോക്കുന്ന ബാലചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി ഇത് കഴിഞ്ഞുള്ള എപ്പിസോഡ് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡാണ്. അത് ഓൾറെഡി ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്കമിങ് എപ്പിസോഡ് ഞാൻ ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വൈജയന്തി ഏതായാലും ഉടനെ തന്നെ ആ ഒരു വലിയ സത്യം തിരിച്ചറിയുന്നുണ്ട്. അലീന തൻ്റെ സ്വന്തം മകളായിരുന്നു എന്ന സത്യം ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് തന്നെ ആയിരിക്കട്ടെ അലീന തിരിച്ചറിയുന്നത്. അതിൻ്റെ ഒരു കിടുക്കാച്ചി എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും